ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുഹൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു മയോണൈസ് റെസിപ്പിയാണ് കേട്ടോ. മുട്ടയൊന്നും ചേർക്കാതെ പ്യുവർ വെജിറ്റേറിയൻ രീതിയിൽ 4 ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള മയോണൈസാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ആദ്യം നോർമൽ ആസ് യൂഷ്വൽ ഈ നോർമൽ മയോണൈസ്, പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ഹെർബ്സ് മയോണൈസ്, അതുപോലെ തന്തൂരി മയോണൈസ്, പിന്നെ ചില്ലി ഗാർലിക് മയോണൈസ്. ഇങ്ങനെ 4 ടൈപ്സ് മയോണൈസാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എഗ്ലെസ് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച പാൽ ഒഴിക്കണേ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് കോൺ ഓയിൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പാലിന് 1/2 കപ്പ് ഓയിൽ കേട്ടോ. അപ്പോൾ കോൺ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനോടൊപ്പം നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചത്, അതായത് മസ്റ്റാർഡ് പൗഡറാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മസ്റ്റാർഡ് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ഒരല്പം, അതായത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ കുറേ സമയമൊന്നും അടിക്കേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റിനും താഴെയൊക്കെ അടിച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നോക്കൂ, ഇതിനൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണല്ലേ. നമ്മൾ മയോണൈസ് കുറച്ചുകൂടി തിക്കായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ദേ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മയോണൈസ്. ഇതിപ്പോൾ ഒന്ന് തിക്കായിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരല്പം കൂടി ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഒന്നും കൂടി തിക്കാക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ലൂസായിട്ട് മയോണൈസ് വേണമെന്നുള്ളവർക്ക് ഇപ്പം ഞാൻ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഒന്നും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ അടിച്ചെടുത്ത മയോണൈസ് ഈ ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമുക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ എഗ്ലെസ് മയോണൈസിൻ്റെ ബേസിക് രൂപം. ഇങ്ങനെയാണ് ബേസിക്കായിട്ട് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു 3 വെർഷൻ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സഡ് ഹെർബ്സ് മയോണൈസാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 1/2 ബൗൾ മതിയാവും കേട്ടോ. കുറച്ച് പുതിനയില അരിഞ്ഞത്, അത്ര തന്നെ മല്ലിയില അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി. ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വെളുത്തുള്ളി. അതിന് ശേഷം ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മയോണൈസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരല്പം ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്ത മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മിക്സഡ് ഹെർബ്സ് മയോണൈസ് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്നത് ചില്ലി ഗാർലിക് മയോണൈസാണ്. അതിന് വേണ്ടി നമ്മൾ നേരത്തെ ആക്കി വെച്ച മയോണൈസ് ഒരു ബൗളിലേക്ക് ഞാനൊരല്പം മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒരു ഗാർലിക് ചോപ്പ് ചെയ്തതും അതോടൊപ്പം തന്നെ ഒരല്പം ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളുടെ ചില്ലി ഗാർലിക് മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് തന്തൂരി മയോണൈസാണ്. അതിന് വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരല്പം മയോണൈസും കൂടി മാറ്റിക്കൊടുത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം ഇനി ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മളുടെ തന്തൂരി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ 4 ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള മയോണൈസ് ഇവിടെ ഞാൻ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നോർമൽ എഗ്ലെസ് മയോണൈസ്, പിന്നെ മിക്സഡ് ഹെർബ്സ് മയോണൈസ്, തന്തൂരി മയോണൈസ്, അതുപോലെ തന്നെ ചില്ലി ഗാർലിക് മയോണൈസ് എല്ലാം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ കേട്ടോ, ഫോട്ടോയിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഈ മയോണൈസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഇഷ്ടം അത് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി വെർഷൻ അല്ലേ ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.